പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കബി. ഞാൻ ആഷിഖ് ജോയ്. ഇതെനിക്ക് ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചൊല്ലാൻ തന്നിട്ടുള്ള കുർബാനയുടെ റെസിപ്റ്റാണിത്. ഈ വീഡിയോ വഴി അവർക്കൊരു ബോധ്യം കിട്ടിയിട്ട് അവരവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്. അതിൽ പലരും ഒരു മാസം മുഴുവനും 30 ദിവസത്തേക്കുള്ള കുർബാനകൾ, 2 മാസത്തേക്കുള്ള കുർബാന തന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സെൻറ്റ് മേരി ബസിലിക്ക മാഹി പള്ളിയിൽ കുർബാനയ്ക്ക് കൊടുത്തിട്ടുള്ള റെസിപ്റ്റാണ്. ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതിന് ശേഷമാണ് പല തടസ്സങ്ങളും മാറിയിട്ടുള്ളത്. അതായത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് നടക്കാതിരുന്ന വിവാഹം നടന്നത്, നടക്കാതിരുന്ന സ്ഥലവിൽപ്പന നടന്നത് എന്നൊക്കെ. അപ്പം പറയുമ്പോഴവരെ, ഇന്ന് വിശുദ്ധ ലുഡ്ഗാർഡ എന്നു പേരുള്ള ഒരു വിശുദ്ധയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സോ അതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sic et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. അപ്പോൾ വിശുദ്ധ ലുഡ്ഗാർഡ, ഈ വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള 3 ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ സംഭവമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അതിൽ ഈ സിസ്റ്ററുമായിട്ട് നല്ലൊരു കമ്പനി ഉണ്ടായിരുന്ന, നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സൈമൺ എന്നു പേരുള്ള ഒരു സന്യാസ വൈദികനുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹവും ഈ സിസ്റ്റർ ലുഡ്ഗാർഡയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷേ ഈ സൈമൺ തൻ്റെ സഹപ്രവർത്തകരോട് വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഇദ്ദേഹം സംസാരിച്ചിരുന്നത്. അതായത് തീർച്ചയായിട്ടും അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അതും വളരെ ഹാർഷായിട്ടുള്ള രീതിയിൽ, വളരെ കർക്കശമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സ്നേഹത്തോടെയല്ല അദ്ദേഹം ഇതൊന്നും ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഈ സൈമൺ മരിച്ചുപോയി. ഫാദർ സൈമൺ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വിശുദ്ധർക്കും ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അറിയാം. വ്യക്തമായിട്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടല്ലെങ്കിലും അവർക്കറിയാം ദൈവം നീതിമാനാണ്. അല്ലാതെ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ അപ്പൻ നല്ല പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, എൻ്റെ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, അതുകൊണ്ട് ഉറപ്പായിട്ട് സ്വർഗത്തിൽ എത്തിയിരിക്കുമെന്ന്. മാരക വിശുദ്ധി ജീവിച്ചിട്ടുള്ള ആളുകളാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നിട്ടുള്ളത് എന്ന് നമ്മളിന്ന് കാണും. അപ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ചിന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. കാരണം ഒരിക്കലും നമുക്കൊരാളുടെ വ്യക്തിപരമായ ജീവിതം നമുക്കൊരിക്കലും അറിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പൂർവികർ നല്ല വിശുദ്ധി ജീവിച്ചതാണെന്ന് പറഞ്ഞ് അവർ സ്വർഗത്തിലെത്തിയിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് അവർക്ക് വേണ്ടിയുള്ള പരിശുദ്ധ കുർബാനകൾ മുടക്കരുത്, നമ്മൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവിടെ ഈ സൈമൺ മരിച്ചു കഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തെത്തി ഈ സിസ്റ്റർ വിശുദ്ധ ലുഡ്ഗാർഡയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, വിശുദ്ധ ലുഡ്ഗാർഡ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ ദൈവം 40 വർഷത്തേക്കാണ് ശുദ്ധീകരണ സ്ഥലത്തേക്ക് വിധിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ ലുഡ്ഗാർഡ അവളുടെ പ്രാർത്ഥനകൾ ഡബിൾ ചെയ്തു, സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൽ നിന്നും ആ ഒരു ഉറപ്പ് വാങ്ങിച്ചെടുത്തു. അതായത് ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ എത്രയും വേഗം മോചിപ്പിക്കാം എന്നുള്ളൊരു ഉറപ്പ്. അതാണ് മറ്റൊരു കാര്യം. ഇങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കൾ, സ്പിരിച്വൽ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോഴുള്ളൊരു ഗുണം. മരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കാർ മറന്നുപോയാലും അവർ നമ്മൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുമെന്നുള്ളതാണ്. മറ്റൊരു സംഭവം, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വചന പ്രഘോഷകനായിട്ടുള്ള ജോൺ ഡെ ലിയറി എന്നു പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹവും ഈ പറയുന്ന സിസ്റ്റർ ലുഡ്ഗാർഡുമായിട്ട് ഒരു കരാറുണ്ടായിരുന്നു. അതായത് ആരാണോ ആദ്യം മരിക്കുന്നത് അവർ ദൈവത്തിൻ്റെ അനുമതിയോടുകൂടെ പ്രത്യക്ഷപ്പെടണം എന്നുള്ളത്. അങ്ങനെ ഈ ജോൺ ഡെ ലിയറെ മരിച്ചു. വിശുദ്ധ ലുഡ്ഗാർഡ അറിഞ്ഞില്ല ഇദ്ദേഹം മരിച്ചിട്ടുള്ള കാര്യം. കാരണം ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റൊന്നും ഇല്ലല്ലോ. ഒരാൾ മരിച്ചൊരു കാര്യം അറിയണമെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ എടുക്കും. അങ്ങനെ ഇദ്ദേഹം പ്രോമിസ് നൽകിയതുപോലെ തന്നെ ഈ വിശുദ്ധയുടെ മുമ്പിൽ ഇദ്ദേഹം പ്രത്യക്ഷനായി. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധയ്ക്ക് മനസ്സിലായില്ല ഇദ്ദേഹം മരിച്ച ഒരു ആത്മാവാന്നുള്ളത്. ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ സിസ്റ്റർ പറഞ്ഞു, വാ കയറി പാർലറിൽ കയറിയിട്ടിരിക്കുമെന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം മറുപടി പറഞ്ഞു, ഐ ആം നോ മോർ ഓഫ് ദിസ് വേൾഡ്, ഞാൻ ഈ ലോകത്തിൻ്റേതല്ല. സിസ്റ്റർ ഞെട്ടിപ്പോയി. എന്നിട്ട് ഈ ജോൺ ഡെ ലിയറി പറഞ്ഞത് പ്രകാരമാണ്, ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആരാണ് ആദ്യം മരിക്കുന്നത്
അവർ വരണമെന്ന്. ഈ പ്രോമിസ് ഫുൾഫിൽമെൻറ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. പ്രയർ റിക്വസ്റ്റിന് പോലുമല്ല, അതായത് നേരിട്ട് സ്വർഗത്തിലെത്തി. ശുദ്ധീകരണ സ്ഥലത്ത് പോലും 1 മണിക്കൂർ പോലും ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉടനെ വിശുദ്ധ ലുഡ്ഗാർഡ് മുട്ടിന്മേൽ നിന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളാൽ ഇങ്ങനെ പുതിയപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇദ്ദേഹം പല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് വന്നത്. അത് പറയുന്നത് ഒന്ന് വൈറ്റ് ആണ്, ഒന്ന് റെഡ്, മറ്റൊന്ന് ബ്ലൂ. അപ്പം ഇദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, ഈ വൈറ്റ് ഗാർമെൻറ്റ് ഇത് സൂചിപ്പിക്കുന്നത് എൻ്റെ വെർജിനൽ പ്യൂരിറ്റിയാണ്, എൻ്റെ കന്യകാത്വം. അത് ഞാൻ മരിക്കുന്നത് വരെ കാത്തു സൂക്ഷിച്ചിരുന്നു. ചെടിക്ക് പാപങ്ങളൊന്നും ചെയ്യാതെ എൻ്റെ ഈ ബ്രഹ്മചര്യം കന്യകാത്വം ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് ഇദ്ദേഹം പറയണം. മറ്റൊന്നും റെഡ് ടൂണിക്, ഇതെന്തിനെ സൂചിപ്പിക്കുന്നു വെച്ചാൽ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള സഹനങ്ങളെയും എൻ്റെ ജോലിയെയും ആണ് സൂചിപ്പിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ പരിഭവമൊന്നുമില്ലാതെ പിറുപിറുപ്പൊന്നുമില്ലാതെ സന്തോഷപൂർവ്വം സ്വീകരിച്ച സഫറിങ്സിനും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ആ ജോലിയെയും ഇദ്ദേഹം സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന റെഡ് ടൂണിക് എന്ന്. ബ്ലൂ മാൻഡിൽ എന്തിനെ സൂചിപ്പിക്കുന്നു വെച്ചാൽ ദ പെർഫെക്ഷൻ ഓഫ് ദ സ്പിരിച്വൽ ലൈഫ്, ആത്മീയ ജീവിതത്തിൽ ഇദ്ദേഹം പാലിച്ചു പോകുന്ന പെർഫെക്ഷൻ, ആ പെർഫെക്ഷന് ദൈവം കൊടുത്തിട്ടുള്ളതാണ് ഈ ബ്ലൂ മാൻഡിൽ എന്ന്. അങ്ങനെ ഇത് പറഞ്ഞ ശേഷം വിശുദ്ധ ലുഡ്ഗാർഡെ വിട്ട് ഈ ആത്മാവ് സ്വർഗത്തിലോട്ട് പോയി. മറ്റൊന്ന് വിശുദ്ധ വിൻസെൻ്റ് ഫെററിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വിൻസെൻ്റ് ഫെറർ വളരെ വിശുദ്ധി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-32 ഒഫീഷ്യലി മരിച്ചവരെ ഉയർപ്പിച്ച ഒരു അസാധാരണ വിശുദ്ധമാണ് വിശുദ്ധ വിൻസെൻ്റ് ഫെറർ. ഈ വിശുദ്ധ വിൻസെൻ്റ് ഫെറർ വിശുദ്ധനായിരുന്നെങ്കിൽ വിൻസെൻ്റ് ഫെററിൻ്റെ സിസ്റ്റർ വളരെ ലൗകികപരമായ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു. വിൻസെൻ്റ് ഫെററിൻ്റെ ഉപദേശം കേട്ടിട്ടോ ജീവിതം കണ്ടിട്ടോ ഒന്നും ഈ സഹോദരി മാനസാന്തരപ്പെട്ടതേ ഇല്ല. പക്ഷേ ഇദ്ദേഹം ഈ സഹോദരിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് പനി ബാധിച്ച് ഇവർ മരിക്കാനുള്ള മരണാസനാവസ്ഥയിലായി. ഉടനെ ഇവർക്ക് അനുതാപം ലഭിച്ചു, ആത്മാർത്ഥമായിട്ട് അനുദപിച്ചു, ഇവർ മരിച്ചു. അങ്ങനെ തൻ്റെ സഹോദരൻ വിശുദ്ധ വിൻസെൻ്റ് ഫെറർ ഇവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിശുദ്ധൻ്റെ സിസ്റ്റർ പ്രത്യക്ഷപ്പെട്ട് ഈ സഹോദരി പ്രത്യക്ഷപ്പെടുത്തി പറഞ്ഞു, അലാസ് മൈ ഡിയർ ബ്രദർ, ഞാനിതാ അന്ത്യവിധി ദിവസം വരെ ശുദ്ധീകരണ സ്ഥലത്ത് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിന് മുൻപും കേട്ടിട്ടുണ്ട്, അവസാന നിമിഷം മാനസാന്തരപ്പെടുന്ന ആളുകൾ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഭയങ്കരമായ അടിഭാഗത്ത് മാരകമായ സഹനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ 2ാം വരവ് വരെ അന്ത്യവിധി വരെ ഇവരെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണമായിട്ട് നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. ഫാത്തിമയിൽ മാതാവ് വന്നപ്പോൾ ഈ 3 ഇടയ കുഞ്ഞുങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടി അന്ത്യവിധി വരെ ശുദ്ധീകരണ സ്ഥലത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും ഈ വിശുദ്ധൻ്റെ സഹോദരി അനുദപിച്ചെങ്കിലും പിന്നീട് മരിച്ചു. പ്രായശ്ചിത്തം ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിത് അവസാന വിധി ദിവസം വരെ എന്നെ ദൈവം വിധിച്ചിരിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി 30 കുർബാനകൾ അർപ്പിച്ചാൽ ഇവിടെ നിന്നും ഞാൻ മോചിതയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഈ വിശുദ്ധയുടെ സഹോദരി പറയുകയാണ്. വിശുദ്ധനെ ഒട്ടും അമാന്തിച്ചില്ല. 30 ദിവസം ഈ സിസ്റ്ററിന് വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അങ്ങനെ 30ാമത്തെ ദിവസം തൻ്റെ സഹോദരി മാലാഖമാരാൽ ചുറ്റപ്പെട്ട് ഈ സഹോദരനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria Gracia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo Re.